സങ്കല്പം ശുദ്ധമാകാൻ എന്ത് ചെയ്യണം? ദുഷിപ്പിക്കാതിരുന്നാൽ മതി. രണ്ട് കാര്യം ചെയ്താൽ മതി. രണ്ട് കാര്യം. മൂന്നാമതൊന്നും ചെയ്യണ്ട. ഒന്ന്, നിന്റെ പണി എന്താക്കാതെ ചെയ്യുക. രണ്ട്, മറ്റുള്ളവരുടെ പണി നോക്കാതിരിക്കുക. ഒരു ശിഷ്യൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി, ഗുരുനാഥ, എൻ്റെ ജീവിതത്തിൽ ശ്രേയസ്സിലേക്കുള്ളൊരു ഉപദേശം തരണം. അപ്പോൾ ഒരു പണി നോക്കരുത്. ശിഷ്യൻ വളരെ ദുഃഖിതരായി. എന്താ ചെയ്യുക? കുറച്ചും കൂടിയൊക്കെ ശക്തി സമ്പാദിക്കേണ്ടി വരും. ഒരാഴ്ച ജപിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരുനാഥ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്രേയസ് നൽകുന്നൊരു ഉപദേശം പറഞ്ഞു തരണം. പോടാ, പോയിരുന്നതിൻ്റെ പണി നിൽക്കുക. ആകെ വിഷമായി. പോയി. ഒരു മാസം കഴിഞ്ഞ് പിന്നെയും വന്നു. ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ, എൻ്റെ ശ്രേയസ് നൽകുന്ന ഉപദേശം എത്ര പ്രാവശ്യമായി ഞാൻ വരുന്നത്, ഞാൻ എത്ര പ്രാവശ്യമായി വരുന്നത്, പിന്നെ എന്താണ് ഒരു ഉപദേശം തരാത്തത്? അപ്പോഴും ഇതിൻ്റെ പണി എടുക്കുക. ഇതല്ലേ വേണ്ടത്? വേറെ എന്താ വേണ്ടത്? നമ്മളെ പണിയെടുക്കണ്ടോ? ആലോചിച്ച് നോക്കേ. ഇന്നിപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ ഒരു കടലാസും പെന്നും വെച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഒന്ന് കാണുക, മനസ്സിൽ കാണുക. രാവിലെ ഉണർന്നത് മുതൽ ഇതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തു ഒന്ന് കാണുക. അതിൽ എത്ര എൻ്റെ പണിയെടുത്തതാണ്, എത്ര മറ്റുള്ളവരുടെ പണി നോക്കിയതാണ്. എന്താണ് അങ്ങനെ ഇരിക്കണത്? അബ്ജാദിയിലെടുത്തോ? എന്താ അവനങ്ങനെ? അവൻ്റെ ഒരു നടത്തം കണ്ടോ? അവൻ്റെ കുപ്പായം കണ്ടോ? ഇങ്ങനെയൊക്കെയാ വസ്ത്രം ധരിക്കുക? ഒരു മാന്യത വേണ്ട, ഒരു മര്യാദ വേണ്ട. എടാ, നീ നിൻ്റെ കാര്യം നോക്കണം. ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ സ്വാമി, ഒരു സംസ്കാരമില്ല, ഒരു ഉടുപ്പ് കണ്ടാൽ തന്നെ ലജ്ജയാവും. എടാ, നീ നിൻ്റെ കാര്യം നോക്ക്. മറ്റുള്ളവരുടെ നിന്റെ ജോലി സൂപ്പർവൈസർ ജോലിയാണെങ്കിൽ മറ്റുള്ളവരെ നോക്കണം. അത് വേണം. നീ ഓവർസിയർ ആണെങ്കിൽ സൂപ്പർവൈസർ ആണെങ്കിൽ നീ നോക്കണം. അല്ലാതെ നീ നോക്കരുത്. നീ ഒരു മാനേജർ ആണെങ്കിൽ നോക്കേണ്ടി വരും. അവരെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യുന്നു നോക്കണം. അതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിരൂപണം ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും. ഇത് മാത്രം ചെയ്താൽ തന്നെ അന്ധകരണ ശുദ്ധാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു 41 ദിവസം, ഒരു മണ്ഡലകാലം. വരുന്നതിനെ സ്വീകരിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. വരുന്നതിനെ സ്വീകരിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. മതി. അന്ധകരണ ശുദ്ധാവും. ഒരു സംശയമില്ല. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മന്ത്രജപങ്ങൾ കൂടി ചെയ്താലോ ശ്രേഷ്ഠായി. കാരണം അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ജപം. ജപത്തിൻ്റെ ശക്തി എത്രയെന്ന വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജീവിതക്രമം പാലിച്ചുകൊണ്ട് ജപം ചെയ്യുക. ഇപ്പം സ്വധർമ്മം ചെയ്യുക, പരധർമ്മം ചെയ്യാതിരിക്കുക, ജപം അനുഷ്ഠിക്കുക. ചെയ്തു നോക്കും. ബാക്കി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇത്ര മതി. ഇത്ര ചെയ്താൽ തന്നെ ഏറെ.